പയർ കൃഷി ഏറ്റവും വലിയ നല്ല നല്ല ആദായമാണ്. കാരണം നല്ല ഡിമാൻഡും ഉണ്ട്, നല്ല ചിലവുണ്ട്. പയർ എല്ലാ ആൾക്കാരും വാങ്ങുന്നുണ്ട്. ആരും പ്രത്യേകിച്ച് അത് വാങ്ങാതിരിക്കില്ല. എല്ലാവരും ഈ പയർ വാങ്ങി ഉപയോഗിക്കുന്നവരേ ഉള്ളൂ. പിന്നെ ഈ പയർ കൃഷിയുടെ മെയിൻ ഏറ്റവും എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ഉള്ളത് മുടക്ക് മുതൽ കുറവാണ്. എൻ്റെ പേര് തങ്കയ്യ നാടാറാണ്. എൻ്റെ വീട് വ്ളാത്താങ്കരയാണ്. എനിക്ക് വ്ളാത്താങ്കരയിലും കിഴക്കച്ചെങ്കലും എല്ലാ സ്ഥലങ്ങളിലും കൃഷി ഉണ്ട്. നേന്ത്രവാഴ ചെയ്യുന്നുണ്ട്, മീറ്റർ പയർ ചെയ്യുന്നുണ്ട്, വെള്ളരി, വെണ്ട എല്ലാ ഐറ്റം കൃഷികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഉപജീവനം നടന്നു പോകുന്നത്. വേറെ മോശമല്ലാത്ത ഒരു വരുമാനം കിട്ടുന്നുണ്ട്. വരുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും എന്തായിട്ടെങ്കിലും വിൽക്കാൻ എൻ്റെ സാധനം കിട്ടുന്നുണ്ട്. നേന്ത്രവാഴയും ധാരാളമായിട്ടുണ്ട്. ആയിരക്കണക്കിന് മൂട് വാഴയാണ് എനിക്കുള്ളത്. വളരെ ചെറുപ്പത്തിലേക്ക് തന്നെ കൃഷിയിലോട്ട് ഇറങ്ങി. കാരണം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ കഷ്ടത കൊണ്ടാണ് കൃഷിയിലോട്ട് പോയത്. പക്ഷെ കൃഷി കൊണ്ട് എനിക്ക് വലിയ നേട്ടം ഉണ്ടായി. സാധാരണ മിനിമം സമ്പാദ്യം ഉണ്ടായി. എല്ലാ ദിവസവും ഒരു നിശ്ചിത വരുമാനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്നെ കൊണ്ട് ഒരു 5-6 തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് ശമ്പളവും ബോണസും ഓണത്തിനൊക്കെ ബോണസൊക്കെ കൊടുക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. അങ്ങനെ വളരെ തൃപ്തികരമായ ജീവിതമാണ്. മോൻ്റെ വിവാഹം കഴിഞ്ഞു, അവന് 2 കൊച്ചുകുട്ടികൾ. പിന്നെ മോളെ വിവാഹം കഴിഞ്ഞു, അവർക്കുള്ള വിദ്യാഭ്യാസം കൊടുത്തു. അവർക്ക് ഓരോ വീട് വീതം വെച്ച് കൊടുത്തു. ഇതെല്ലാം എൻ്റെ ഈ കൃഷി സമ്പാദ്യത്തിൽ നിന്നുണ്ടായി. എന്നെ ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോൻ, സഹായിക്കുന്നത് എൻ്റെ ഭാര്യ. ഇതെല്ലാം വിറ്റ് ചെലവഴിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. വരുന്ന കച്ചവടക്കാർക്ക് കൊടുത്ത് ബാക്കി വരുന്ന സാധനം കൊണ്ട് ഉദയങ്ങളകരം മാർക്കറ്റിൽ കൊടുത്ത് വിറ്റ് തീർക്കുന്നത് അവളാണ്. കൃഷി സ്ഥലം ഇട്ടിട്ട് ഞാൻ വിൽക്കാൻ വേണ്ടി കിടന്ന് അലഞ്ഞ് നടക്കണ്ട. എൻ്റെ കൃഷി കാര്യങ്ങൾ തുടർച്ചയായിട്ട് അന്വേഷിച്ച് പോകാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് 40 സെൻറ്റോ കൃഷി സ്ഥലമാണ്. ഇതിൽ മീറ്റർ പയറാണ് കൃഷി ചെയ്യുന്നത്. ഈ പയർ നല്ല നീളമുണ്ട്, നല്ല ഗുണമേന്മയുണ്ട്. ഒരു ദിവസം വാങ്ങുന്നവർ പിറ്റേ ദിവസവും ഈ പയറിന് വരുന്നുണ്ട്. അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്നല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസത്തേക്ക് ഒരുമിച്ച് കണക്കാക്കിയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. നല്ല വരുമാനവും ഉണ്ട്, ദോഷമില്ലാത്ത കൃഷിയാണ്. വ്ളാത്താങ്കര ചീര കൃഷി പോലെ ഇത് മിനിമം ആദായം കിട്ടുന്നുണ്ട്. ഈ മീറ്റർ പയറിന്റെ പ്രത്യേകത നല്ല നീളമുണ്ട്. 20-22 മണിയോളം ഉണ്ട്. ബാക്കി മറ്റ് പയറുകളിൽ 16-18 ഉള്ളൂ. ഇത് 4 മണി കൂടുതൽ. അത്രയ്ക്ക് നീളമുണ്ട്, ചതക്കട്ടിയുണ്ട്, അതിന്റെ പുഷ്ടിയുണ്ട് പയർ. അതാണ് ഇത് കൂടുതൽ പിന്നെ ഡിമാൻഡ് ഉള്ളത് ഈ പയറിന്. ഈ വിത്ത് വാങ്ങിയത് മരിയാപുരം BFCക്ക് നമ്മുടെ വേണിയിൽ നിന്നാണ്. വിത്ത് വാങ്ങിയതിന് ശേഷം കൃഷിഭൂമി നല്ലവണ്ണം കിളച്ച് 1 സെന്റിന് 2 കിലോ ഡോളമിറ്റ് വീതം വാരി വിതറി ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം പയർ കുഴി വെട്ടി അതിനകത്ത് അടിവളവും കൊടുത്താണ് വിത്ത് നട്ടത്. ഭാരിച്ച വളപ്രയോഗത്തിന് വേണ്ട. കൂടുതൽ പയർ കണക്കിലധികം പിന്നെ വളർന്ന് പുഷ്ടിയായാൽ കാ കുറയും. അതുകൊണ്ട് വളരെ തുച്ഛമായ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം വരും ചെയ്യും, വളപ്രയോഗം ചെയ്യും. എല്ലാ വിത്തും ഒരുമിച്ച് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ വിത്തിന് 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കൊടുത്ത് കുതിർത്ത് എടുക്കണം. ആ വിത്ത് എല്ലാ വിത്തും ഒരേ ടൈമിൽ തന്നെ മുളച്ച് കിട്ടും. പന്തൽ കൃഷിക്കായതുകൊണ്ട് ഒരേ രീതിക്ക് വളർന്നും വരും. ഇത്രയും ഒരുമിച്ച് അല്ലെങ്കിൽ നമ്മൾ അപ്പോഴായിട്ട് പടുകൂട് നട്ടുകൊണ്ട് നടക്കേണ്ടത്. മുളയ്ക്കാത്ത വിത്തിന് പിന്നെ നമ്മൾ നടേണ്ടതായിട്ട്. നമ്മൾ ഈ കുതിർത്ത വിത്തിന് 10 ഗ്രാം സുഡോമം അണച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയിൽ 20 മിനിറ്റോളം ഈ കുതിർത്ത വിത്തിന് വെച്ചിട്ട് പിന്നീട് വേണം നടാൻ. അപ്പോൾ നമ്മൾ ഈ ചീയൽ രോഗവും മറ്റ് രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. ചെടിക്ക് നല്ല പ്രതിരോധ ശക്തിയുണ്ട്, നല്ല വളർച്ചയായിരിക്കും. കുമിൾ രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ജൈവവളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. രാസവളം ഇതിന്റെ പൂവായ സമയത്ത് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നീട് രാസവളം കൊടുക്കുകയില്ല. അത് പൊട്ടാഷാണ് കൊടുക്കുന്നത്. അത് നല്ല പൂവും നല്ല കായും നല്ല പുഷ്ടിയായിരിക്കും, ശരിക്കും കായ്ക്കുകയും ചെയ്യും. പയർ കൃഷിക്ക് കണക്കിലധികം എന്തെങ്കിലും നമ്മൾ രാസവളവും മറ്റ് ജൈവവളങ്ങൾ എന്തെങ്കിലും കണക്കിലധികം കൊടുത്ത് പയർ തഴച്ചു പോയാൽ പയറിൽ കാ കിട്ടില്ല, അത് ഉറപ്പാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളത്തിൽ പയർ കണക്കിലധികം തഴച്ചു പെയ്യാൽ ഒന്നിടവിട്ടുള്ള ഇലകൾ നുള്ളി അതിനെ അടർത്ത് മാറ്റി കൊടുക്കണം. ഇലക്കെട്ട് കണക്കിലധികം പാടില്ല. അതിന് ഒന്നിടവിട്ടുള്ള ഇല നുള്ളി എടുത്ത് അതിനെ പറിച്ച് കളയണം. എന്നാലേ നന്നായിട്ട് കായ്ക്കൂ.
ഇതാണ് മീറ്റർ പയർ. 2.5 അടിയോളം നീളം കാണും ഈ പയറിന്. ഈ പയർ നട്ടാൽ 30-35 ദിവസം നമുക്ക് വിളവ് എടുക്കാൻ സാധിക്കും. പയറിന്റെ വള്ളികളെ ഒരുമിച്ച് കിടന്ന് ചുറ്റാതെ നിരത്തി കെട്ടി വെക്കണം പന്തലിൽ, അല്ലെങ്കിൽ കാ വളരെ കുറഞ്ഞിരിക്കും. ഈ മീറ്റർ പയറിനാണെങ്കിൽ നല്ല ഡിമാൻഡാണ്. കാരണം മറ്റു പയറിനേക്കാൾ നല്ല നീളവും നല്ല പുഷ്ടിയാണ് പയർ. നല്ല കനം, നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് നല്ല ചിലവുമുണ്ട് ഈ പയർ നട്ട് എല്ലാം പറക്കി കെട്ടി അതിന് ചരടൊക്കെ വലി കെട്ടി അതിനെ പടരേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. പടർന്ന് വരുമ്പോഴത്തേക്ക് തട്ടിൽ കിടന്ന് ഒരുമിച്ച് കിടന്ന് വള്ളി ചുറ്റാതെ നിരത്തി പറക്കി കെട്ടിയൊക്കെ വെച്ച് ജൈവവളമോ എന്തെങ്കിലും കൊടുത്ത് ഒരു 40-ാമത്തെ ദിവസം തന്നെ ഇതിന്റെ കാ പറിക്കാനുണ്ട്. അത് ഏകദേശം 2 മാസം വരെ ആ വിളവ് നമുക്ക് ഒരേ കണക്കിൽ കിട്ടി. ഇവിടെ നമ്മൾ വിളവെടുക്കുന്ന പയർ ഇവിടെ തന്നെ ഏകദേശം വിറ്റ് പോകുന്നുണ്ട്. വിറ്റ് പോകാത്ത പയറിനെ പുതിയ മാർക്കറ്റിൽ കൊണ്ടുവന്ന് തൂക്കി കൊടുക്കുന്നതാണ് പതിവ്. ഈ പയറിന്റെ പ്രധാന രോഗം മൂട് ചീയൽ രോഗമാണ്, അഴുകൽ രോഗം. അത് സാഫ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. 3 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും, ചില സ്പ്രേയും ചെയ്ത് കൊടുക്കും. ഈ കുമിൾ രോഗം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മൂട്ടിൽ ഉണ്ടായാൽ നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ ചെടികളും നശിക്കാൻ ഇത് കാരണമാണ്. അതുകൊണ്ട് അത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ സാഫ് എന്നുള്ള പൊടി കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഏറ്റവും കഷ്ടത പിടിച്ചവരെ ഇതാണ് പുഴുക്കളുടെ ശല്യം. അത് കായും പൂവും എല്ലാം തുളച്ച് വിൽക്കാൻ നമുക്ക് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയാക്കി നശിപ്പിച്ചു കളയും. അതുകൊണ്ട് കൊറോജൻ 1 ml 3 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. ഈ പുഴുക്കളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. കൊറോജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് വിളവെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. കൊറോജൻ ഉപയോഗിച്ചാൽ പുഴുക്കളുടെ ശല്യം വളരെ വളരെ കുറഞ്ഞു. ഇത് പയറിൽ കാണുന്ന ഒരു കുമിൾ രോഗമാണ്. ഇത് ഇലയിൽ കാണുന്ന ഒരു തുരുമ്പ് രോഗം. ഇത് അടിയന്തരമായിട്ട് കുമിൾ രോഗത്തിനുള്ള മരുന്ന് കളിച്ചില്ലെങ്കിൽ ഇത് മറ്റു ചെടികളിലും കൂടെ ബാധിക്കും. പയർ കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമുള്ള ഒരു കൃഷിയാണ്, ശരിക്കുള്ള ആദായമുണ്ട്. അതുപോലെ തന്നെ ഇത് വിറ്റുപോകാനും നല്ല ഡിമാൻഡുള്ള ഇതാണ് ഇത്. കാരണം പ്രോട്ടീൻ കൂടുതലാണ് പയറിൽ. എല്ലാവരും കഴിക്കുന്ന ഒരു കൂട്ടാനാണ് ഈ പയർ കൂട്ടാൻ. അതുകൊണ്ട് നല്ല എല്ലാ വീടുകളിലും ആരായാലും പയർ കണ്ടാൽ പയർ 1 കിലോയെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാത്തവർ. ഇതിന്റെ ഇളം ഇല പറിച്ച് ഇലക്കറി ഉപയോഗിക്കുന്ന പോലെ കൂട്ടാൻ വെച്ചെടുക്കുന്നവരുണ്ട്. ധാരാളമായിട്ട് വന്ന് ഇലകൾ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അത് കായാവുന്നതിന് മുമ്പാണ് അങ്ങനെ ഇല നുള്ളി എടുക്കുന്നത്. പയർ കൃഷി ചെയ്യുന്നത് ഒക്ടോബർ നവംബർ മാസം പോയിട്ട് അത് മാത്രം ഒരു വർഷത്തിൽ 2 മാസവും പോയിട്ട് ബാക്കി 10 മാസവും നമുക്ക് ഉറപ്പായിട്ടും കൃഷി ചെയ്യാം. അതിൻ്റെതായ വിളവ് കിട്ടും. കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശകലം വിളവ് കുറയുന്നേ ഉള്ളൂ, വില കൂടുതൽ കിട്ടും. എന്നാലും പയർ തഴച്ചൊക്കെ ഉണ്ടായി വരാനായിട്ട് പാടാണ്. പയർ കൃഷിക്ക് എല്ലാ ദിവസവും ഈ പയറിന് എല്ലാ ദിവസവും വെള്ളം നനയ്ക്കണം. അത് മഴയില്ലെങ്കിൽ മാത്രം. മഴയാണെങ്കിൽ നനയ്ക്കണ്ട. നമുക്കിവിടെ വെള്ളമൊക്കെ ഇഷ്ടാനുസരണമുണ്ട്. നെയ്യാർ ഡാമിലെ ഇറിഗേഷൻ വഴിയുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ അങ്ങനെ വെള്ളത്തിന് വലിയ ദാരിദ്ര്യമൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് മഴയില്ലെങ്കിൽ എല്ലാ ദിവസവും അതിന് ചെറിയ രീതിക്ക് നനച്ചങ്ങ് എല്ലാ ദിവസവും പുറം നനച്ചിട്ട് കൊടുത്താൽ മതി. പയർ കൃഷിക്ക് കൂടുതലായിട്ട് നമുക്ക് ദോഷമായിട്ട് വരുന്നത് ചാഴിയുടെ പ്രശ്നമാണ്. ചാഴിയുടെ പ്രശ്നം മാറാൻ വേണ്ടി അത് മത്തിക്കഷായം നമ്മൾ 5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2 ആഴ്ചയിലൊരിക്കൽ കളിക്കാമെന്നുണ്ടെങ്കിൽ പയർ നല്ല പുഷ്ടിയും വരും, ഈ ചാഴി ഒന്നുമില്ലാതെ നശിക്കുകയും ചെയ്യും.